മലയാളം ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലും ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു ഹാൻഡ്സം ആക്ടറാണുള്ളത്. രാഹുൽ രവി, വെൽക്കം. കുറേ കാലമായില്ലേ കണ്ടിട്ട്? അതെ, ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാളായി. ഞാൻ ചെന്നൈയിലും ഹൈദരാബാദുമായിട്ടാണ് വർക്ക്സ് ഉള്ളത്. ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോഴും എല്ലാവരും ലൈക്ക് ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരാളുടെ പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫാൻ ബേസ് ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് രാഹുലിന് നേരെ ഒരു അലിഗേഷൻ വരുന്നത് ആൻഡ് ലുക്കൗട്ട് നോട്ടീസ് വരുന്നു. റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നൊക്കെ പോലെ രാഹുൽ രവി എന്നൊക്കെ കേസ് ഇട്ടിട്ട് ഈ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ അവരെ കമ്പനിയിലോട്ട് FIR അയച്ചു കൊടുക്കുക, അവരെ ജോലി കളയാൻ നോക്കുക. ഇത് കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ ഓൾറെഡി ഒരു സീരിയലിന്റെ ബ്രേക്കിലായിരുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇത് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്താ ചെയ്യാൻ, ഡിവോഴ്സ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അതിൽ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു. കാരണം ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനൽ, ലുക്കൗട്ട് നോട്ടീസ് ഇട്ട ഒരു ക്രിമിനൽ ഈസ് സപ്പോസ് ടു ബി ഇൻ ജയിൽ. രാഹുൽ രവിക്ക് ഇനിയൊരു വിവാഹം ഉണ്ടാകും. ഇനിയൊരു ഫിലിമിലാണെങ്കിലും സീരിയലാണെങ്കിലും ഒരു ക്യാരക്ടർ, എന്ത് ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനെന്നാണ് ആഗ്രഹം? ഒരു ക്യാരക്ടറൈസേഷൻ വന്നാൽ ഇപ്പം ഞാൻ തെലുഗുല് ഇപ്പോൾ ബാലയ്യ സാറിനോട് വർക്ക് ചെയ്തിരുന്നു. ചെറിയൊരു ക്യാരക്ടറൈസേഷൻ ശ്രീലീലയുടെ കൂടെ. അക്ഷരസ്ഫുടത ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ പറയട്ടെ. ആന അലറലോടർ. അലറലോട് അലറൽ. എന്തെന്ന് അലറലോട് അലറൽ. വർക്കൗട്ട് ഒത്തില്ല. ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക.